iOS 18-ൻ്റെ ഏറ്റവും പുതിയ ഫീച്ചേഴ്സ് നമ്മൾ ഇന്നത്തെ ദിവസം ചെക്കൗട്ട് ചെയ്യാൻ പോവുകയാണ്. സോ വാച്ച് ദിസ് വീഡിയോ കംപ്ലീറ്റ്ലി ടു ഗെറ്റ് നോ മോർ അബൌട്ട് ആപ്പിൾ iOS 18. ലെറ്റ്സ് ബിഗിൻ. iOS 18-ൻ്റെ ഫസ്റ്റ് ആൻഡ് മേജർ ഡിഫറൻസ് വരുന്നത് ലോക്ക് സ്ക്രീൻ കസ്റ്റമൈസേഷനിലാണ്. നമ്മളിപ്പോൾ ലോക്ക് സ്ക്രീൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി കുറേ നാളുകൾക്ക് ശേഷം ഈ ഫ്ലാഷ് ലൈറ്റും ഈ ക്യാമറയും നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള ആപ്ലിക്കേഷനായിട്ട് നമുക്ക് മാറ്റാം. ലോക്കൽ ആപ്ലിക്കേഷൻസും അവിടെ സപ്പോർട്ടഡ് ആണ്. ഞാൻ പേഴ്സണലി ഈ ഫ്ലാഷ് ലൈറ്റും ക്യാമറയായിട്ട് യൂസ്ഡ് ആയതുകൊണ്ടാണ് ഞാൻ അത് തന്നെ യൂസ് ചെയ്യുന്നത്. സോ ലോക്ക് സ്ക്രീൻ കസ്റ്റമൈസേഷൻ്റെ കാര്യം അങ്ങനെ. പിന്നെ ഹോം സ്ക്രീന് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. നിങ്ങൾക്കിപ്പോൾ കാണുന്ന പോലെ ഇതിൻ്റെ ഐക്കൺസ് ഞാൻ വേറെ ഐക്കൺ പാക്ക് കയറ്റിയേക്കുന്നതോ കഷ്ടപ്പെട്ട് കസ്റ്റമൈസ് ചെയ്തേക്കുന്നതോ അല്ല. ഇതൊക്കെ സ്റ്റോക്ക് ആൻഡ് ഇൻബിൽട്ട് ആയിട്ടുള്ള ഐക്കൺസ് ആണ്. നമുക്ക് കസ്റ്റമൈസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്താൽ കിട്ടും. ഇവിടെ നമുക്ക് ഇങ്ങനെയായിരുന്നു ഇത്രയും കാലത്ത് നമ്മുടെ ആപ്പിളിൻ്റെ ഹോം സ്ക്രീനിൽ ഐക്കൺസ് വന്നിരുന്നത്. ഇവിടെ നമുക്ക് ഓട്ടോമാറ്റിക് അല്ലെങ്കിൽ ഡാർക്ക് മോഡായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ഞാൻ ഓട്ടോമാറ്റിക്കലാണ് ഇട്ടേക്കുന്നത്. ഇവിടെ തന്നെ വാൾപേപ്പർ ഡിം ചെയ്യാനും ബ്രൈറ്റ് ആക്കാനുള്ള ഓപ്ഷനും കൂടെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ നമുക്ക് ടിൻറ്റഡ് ഐക്കൺസ് നമുക്ക് യൂസ് ചെയ്യാം. സോ നമുക്ക് ഇങ്ങനെ ഐക്കൺസ് നമുക്ക് ഇഷ്ടമുള്ള കളറായിട്ട് നമുക്ക് ടിൻറ്റ് ചെയ്തും യൂസ് ചെയ്യാം. ആൻഡ് ദിസ് വർക്ക്സ് ഫ്ലോലെസ്ലി വെൽ. അതുപോലെ തന്നെ വന്നിരിക്കുന്ന മറ്റൊരു ഫീച്ചറാണ്, നമുക്ക് ഏതൊരു ആപ്ലിക്കേഷനും നമ്മുടെ ഹോം സ്ക്രീനിൽ കിടക്കുന്ന ആപ്ലിക്കേഷൻ നമുക്ക് വിഡ്ജറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് വിഡ്ജറ്റ്സിൻ്റെ രൂപത്തിലേക്ക് ആക്കാം. ഫോർ എക്സാമ്പിൾ, ഈ വെതറിൻ്റെ ഐക്കൺ ഞാൻ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 3-4 ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഈ ഒരു ഓപ്ഷനിലേക്ക് ആക്കിയാൽ എനിക്കിവിടെ വിഡ്ജറ്റ് തന്നെ ആപ്ലിക്കേഷനായിട്ട് മാറ്റാൻ പറ്റും. നേരെ മറിച്ച് ഇത് തന്നെ എനിക്ക് അമർത്തിയിട്ട് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ എനിക്കിത് ഇങ്ങനെ ആക്കാൻ പറ്റും. ആൻഡ് അതിനനുസരിച്ച് ഇപ്പോഴത്തെ ഐക്കൺസ് ഇങ്ങോട്ടേക്ക് അറേഞ്ച്ഡ് ആവും. നേരെ മറിച്ച് വിഡ്ജറ്റ് ആയിട്ടുള്ളൊരു സാധനം എനിക്ക് നോർമലായിട്ട് ഐക്കൺസ് ആക്കി കൺവേർട്ട് ചെയ്യാനും സാധിക്കും. ആൻഡ് വേറൊരു കാര്യം കൂടെ ഉണ്ട്, ഇത്രയും വർഷം ആപ്പിളിൽ ഇല്ലാതിരുന്നൊരു കാര്യം, നമുക്കിപ്പോൾ ഐക്കൺസ് എവിടെ വേണമെങ്കിലും പ്ലേസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ യൂട്യൂബ് എടുത്തു. ഇതെനിക്ക് ഇവിടെ കൊണ്ടുവന്ന് മുകളിൽ തന്നെ വെക്കണം നിർബന്ധമില്ല, എനിക്ക് വേണമെങ്കിൽ താഴെ വയ്ക്കാം. കുറേ കാലമായിട്ട് ആൻഡ്രോയിഡിൽ മാത്രം ഉണ്ടായിരുന്നു, ആപ്പിളിൽ ഇല്ലാതിരുന്നൊരു ഫീച്ചറാണ് ഐക്കൺസ് എവിടെ വേണമെങ്കിലും പ്ലേസ് ചെയ്യാമെന്നുള്ളൊരു ഇതിപ്പോൾ എനിക്ക് എവിടെ വേണമെങ്കിലും പ്ലേസ് ചെയ്യാം. ആൻഡ് ആ ഒരു കാര്യം കൂടെ പോസിബിൾ ആക്കിയിട്ടുണ്ട് ഈ ഒരു അപ്ഡേറ്റിന് ശേഷം. അടുത്ത വൺ ഓഫ് ദ മെയിൻ ഫീച്ചേഴ്സ് എന്താണെന്ന് വെച്ചാൽ മ്യൂസിക് ഹാപ്റ്റിക്സ് എന്നാണ്. അതായത് നമ്മളിപ്പോൾ കൺട്രോൾ സെൻറ്റർ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ പല എഡിറ്റിംഗ് ഓപ്ഷൻസിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മ്യൂസിക് ഹാപ്റ്റിക്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ആഡ് ചെയ്തിട്ടതിന് ശേഷം നമ്മൾ നേരെ ആപ്പിൾ മ്യൂസിക്കിൽ മാത്രമാണ് ഈ ഒരു ഫീച്ചർ കറൻ്റ് സപ്പോർട്ടഡ് ആയിട്ടുള്ളൂ. സ്പോട്ടിഫൈ യൂസേഴ്സ് വി ആർ സോറി ഫോർ യു ഗൈസ്. ആപ്പിൾ മ്യൂസിക്കിൽ പോയിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു സോങ് വെച്ചാൽ അവിടെ മ്യൂസിക് ഹാപ്റ്റിക്സ് എന്ന് പറയുന്നൊരു സാധനം ഓണാക്കാൻ പറ്റും. നൗ ഈ മ്യൂസിക് ഹാപ്റ്റിക്സ് ആക്ച്വലി ഈ ഒരു പർട്ടിക്കുലർ സോങ്ങിന് തന്നെ അവൈലബിൾ ആണ്. അത് പല പല സോങ്ങിന് അനുസരിച്ച് മാറിയിരിക്കും. ഈ ഒരു സോങ്ങിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം മ്യൂസിക് ഹാപ്റ്റിക്സ് എന്ന് പറഞ്ഞ സാധനം ഓണാണ്. അതായത് സോങ്ങിനനുസരിച്ച് പാട്ട് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എന്തായാലും കേൾക്കാൻ പറ്റില്ല. നമ്മൾ ഈ ഒരു സോങ് ഏത് സോങ് വെച്ചാലും ഇഫ് ദാറ്റ് പെർട്ടിക്കുലർ സോങ് ഇസ് സപ്പോർട്ടഡ് ദ ഫോൺ വൈബ്രേറ്റ്സ് അക്കോർഡിംഗ് ടു ദ ബീറ്റ്സ്. അതൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ഫീച്ചറാണ്. അത് ശരിക്കും ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആക്സസിബിലിറ്റി ഫീച്ചറായിട്ടാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ചെവിക്ക് കേൾവി കുറച്ച് കുറവുള്ള ആൾക്കാർക്കൊക്കെ അവർ കേൾക്കുന്ന സോങ് കയ്യിൽ ഫീൽ ചെയ്ത് അവർക്ക് ആ സോങ്ങിൻ്റെ പല കാര്യങ്ങളും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീച്ചറായിട്ടാണ് ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. നമുക്ക് ഡൈനാമിക് ഐലൻഡ് എനേബിൾഡ് ഫോൺസ് ആണെങ്കിൽ നമുക്ക് ഡൈനാമിക് ഐലൻഡിൽ അതിനുള്ള ഓപ്ഷൻ ഉണ്ട്, ഓണാക്കാം ഓഫാക്കാം. ആൻഡ് മ്യൂസിക് ഹാപ്റ്റിക്സ് ഇസ് എ വെരി ഇൻട്രസ്റ്റിംഗ് ഫീച്ചർ. ദ ഹാപ്റ്റിക്സ് സ്ട്രെങ്ത് ഇസ് സോ മച്ച്. നമുക്ക് ടാപ്റ്റിക് എഞ്ചിൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അടുത്തൊരു ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ക്യാമറ ആപ്ലിക്കേഷൻ തുറന്നു കഴിഞ്ഞിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പോസ് ചെയ്യാനും പ്ലേ ചെയ്യാനും ഉള്ളൊരു ഓപ്ഷൻ. പിന്നെ ഫോട്ടോസ് ആപ്ലിക്കേഷൻ ടോട്ടലി റീഡിസൈൻ ആയിരിക്കുകയാണ്. അപ്പിയറൻസ് ഫുള്ളി മാറിയിട്ടുണ്ട്. അത് നിങ്ങളുടെ അടുത്ത് നിന്ന് പറഞ്ഞു തുടങ്ങിയ ഈ ഒരു വീഡിയോയിൽ തീരില്ല, കാരണം അത്ര അധികം വ്യത്യാസം വന്നിട്ട് നമുക്ക് സോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, നമുക്ക് ഫിൽറ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, നമുക്ക് പല രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. കുറേ അധികം ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട്. അതിപ്പോൾ പറഞ്ഞു തുടങ്ങിയാൽ തീരില്ല. അതിന് വേണ്ടി ഞാൻ ഡെഡിക്കേറ്റഡ് ആയിട്ട് വേറൊരു വീഡിയോ എന്തായാലും ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്തൊരു ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ, വർഷങ്ങളായിട്ട് നമ്മൾ കുറേ കാലമായിട്ട് ആപ്പിൾ യൂസേഴ്സ് ആപ്പിളിൻ്റെ കാല് പിടിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫീച്ചറാണ് ആപ്പ് ലോക്ക്. ആൻഡ് ദാറ്റ് ഈസ് ഫൈനലി ഹിയർ ഓൺ അവർ ഐഫോൺ. ഇത് iPhone XS, iPhone XR മുതൽ മുകളിലേക്കുള്ള എല്ലാ ഐഫോൺസിലും ആപ്പ് ലോക്ക് സപ്പോർട്ട് വന്നിട്ടുണ്ട്. സഫാരി ബ്രൗസർ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു വളരെ അടിപൊളി ഫീച്ചർ ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. അഡ്വർടൈസ്മെൻറ്റ്സ് നമുക്ക് ഹൈഡ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ
ഞാനിവിടെ OLX എടുക്കാമെന്ന് വിചാരിക്കുക. ഞാനിപ്പോൾ OLX തുറന്നു. ഇത് കാണുന്നതൊക്കെ കാർസിൻ്റെ ആഡ്സാണ്. പക്ഷേ നേരെ താഴേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനൊരു പോപ്പപ്പ് വരുന്നു. ഇതൊക്കെ OLXൽ അല്ലാത്ത വേറെ കുറേ ആഡുകൾ വരുന്നു. ഇതൊക്കെ എനിക്ക് ഹൈഡ് ചെയ്തിടാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ആൻഡ് ഒരു വളരെ ബ്യൂട്ടിഫുൾ ആനിമേഷനോട് കൂടിയാണ് അത് ഹൈഡ് ആവുന്നത്. നമ്മൾ സഫാരിയുടെ ഈ ഒരു ഓപ്ഷൻസിൽ ടാപ്പ് ചെയ്യുക, ഹൈഡ് ഡിസ്ട്രാക്റ്റിംഗ് ഐറ്റംസ് തൊടുക. ഈ സ്ക്രീനിൽ കാണുന്ന ഏത് ഐറ്റം വേണമെങ്കിലും നമുക്ക് ഹൈഡ് ചെയ്യാം. ഇത് ഹൈഡ് ചെയ്യാം, ഇതങ്ങനെ തന്നെ ഹൈഡ് ചെയ്യാം, ഇത് ഹൈഡ് ചെയ്യാം. വേണമെങ്കിൽ ഈവൻ ഈ പേജ് വരെ നമുക്ക് ഹൈഡ് ചെയ്യാം. OLXൻ്റെ നേറ്റീവ് സാധനങ്ങൾ വരെ നമുക്ക് ഹൈഡ് ചെയ്യാം. കണ്ടോ, ഈ സെല്ലിൻ്റെ ബട്ടൺ വരെ വേണമെങ്കിൽ നമുക്ക് ഹൈഡ് ചെയ്യാം. ലോഡ് മോറിൻ്റെ ബട്ടൺ വേണമെങ്കിൽ അത് ഹൈഡ് ചെയ്യാം. പിന്നെ ഇതും കൂടെ നമ്മൾ കളയുന്നു. ആൻഡ് ഡു യു നോ വാട്ട്സ് ദ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് ഫീച്ചർ? നമ്മളെല്ലാ ആഡ്സ് കളഞ്ഞതിന് ശേഷം ഈ ഒരു സൈറ്റ് റീലോഡ് ചെയ്താലും ആ ഒരു ആഡ്സ് അവിടെ വരില്ല. ഏറ്റവും താഴേക്ക് പോയാൽ ആ ഒരു സ്പേസ് അവിടെ വെറുതെ വൈറ്റായിട്ട് എംറ്റി ആയിട്ട് കിടക്കത്തുള്ളൂ. അൺടിൽ ഓർ അൺലെസ് നമ്മൾ ഹൈഡ് ചെയ്തിരിക്കുന്ന സാധനം ഷോ ഹിഡൻ ഐറ്റംസ് ആക്കി കഴിഞ്ഞാൽ, ഷോ അടിച്ചു കഴിഞ്ഞാൽ ആ ഒരു പോയ ആഡ്സൊക്കെ പിന്നെയും വരും. സോ നമ്മൾ ശരിക്കും ഒറ്റ തവണ ഹൈഡ് ചെയ്താൽ മതി. ബാക്കി ഐഫോൺ നമ്മുടെ കാര്യങ്ങളൊക്കെ ഓർത്ത് വെച്ച് പിന്നീട് നമ്മൾ ആ സൈറ്റിലേക്ക് കയറുമ്പോൾ അത് പിന്നെ ആ ആഡ്സിൻ്റെ സ്പേസ് അങ്ങനെ തന്നെ കംപ്ലീറ്റ്ലി ബ്ലാങ്ക് ആയിട്ട് കിടക്കത്തുള്ളൂ. അവിടെ ആഡ്സ് വരത്തില്ല. അത് സഫാരിയിൽ കൊണ്ടുവന്നിരിക്കുന്ന വളരെ വെൽക്കമിങ് ആയിട്ടുള്ള ഒരു അടിപൊളി ഫീച്ചറായിട്ട് എനിക്ക് തോന്നി. എനിക്ക് ട്രാവൽ സിക്നസ് ഉള്ള ഒരാളാണ്, അതായത് മോഷൻ സിക്നസ് എന്ന് പറയും. നമ്മൾ കാറിലൊക്കെ പോകുമ്പോൾ ഫോൺ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തലവേദന എടുക്കുക, വോമിറ്റിംഗ് ടെൻഡൻസി വരിക, ഭയങ്കര അൺകംഫർട്ടബിൾ ആവുക, അങ്ങനെ ഒരു പ്രശ്നം എനിക്കുണ്ട് പേഴ്സണലി. എത്ര പേർക്ക് ഉണ്ടെന്ന് എനിക്കതറിയില്ല. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ആപ്പിൾ ഒരു ഫീച്ചർ കൊണ്ടുവന്നിട്ടുണ്ട്, വെഹിക്കിൾ മോഷൻ ക്യൂസ് എന്ന് പറഞ്ഞിട്ടൊരു ഫീച്ചർ. അത് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൺട്രോൾ സെൻറ്ററിലേക്ക് ഷോർട്ട് കട്ട്സ് ആഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ കൺട്രോൾ സെൻറ്ററിൽ നിന്ന് ആക്സസ് ചെയ്യാം. അതല്ലാതെ നമുക്ക് വേണമെങ്കിൽ നേരെ സെറ്റിങ്സിലേക്ക് പോവുക, ആക്സസിബിലിറ്റീസ് എടുക്കുക. ആക്സസിബിലിറ്റീസിൽ മോഷൻ എടുത്തു കഴിഞ്ഞാൽ ഷോ വെഹിക്കിൾ മോഷൻ ക്യൂസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ നമുക്കിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ഓട്ടോമാറ്റിക്കലായിരിക്കും ഡിഫോൾട്ടായിട്ട് എടുക്കുക. ഇത് നമുക്ക് മാനുവലി ഓൺ ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ദാറ്റ് മീൻസ് നമുക്ക് ഡിസ്പ്ലേയിൽ കുറേ ഡോട്ട്സ് വരും. അതായത് ഫോണിൻ്റെ മോഷൻ അനുസരിച്ച് ആ ഒരു ഡോട്ട്സ് മൂവ് ചെയ്യും. സോ നമുക്ക് മോഷൻ സിക്നസ് ഉള്ള ആൾക്കാർക്ക് വണ്ടി ഓടിക്കുമ്പോൾ, ഇതിപ്പോൾ ഇങ്ങനെ സ്റ്റേഷനറി ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് കാണാൻ പറ്റാത്തത്, ഫോൺ അനക്കി കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഈ ഒരു പാരലാക്സ് എഫക്റ്റ് പോലെ ഈ ഒരു ഡോട്ട്സ് അനങ്ങുന്നുണ്ട്. വണ്ടി ഇങ്ങോട്ട് തിരിയാണെങ്കിൽ ഡോട്ട്സ് ഇങ്ങോട്ട് വരും. ഗൈറോസ്കോപ്പ് സെൻസർ വെച്ചിട്ടാണ് അവർ പരിപാടി ചെയ്യുന്നത് ബേസിക്കലി. അത് മോഷൻ സിക്നസ് ഉള്ളവരെ അത് കുറയ്ക്കാൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് ഐ ട്രാക്കിംഗ് എന്ന് പറയുന്നൊരു ഫീച്ചറും കൂടെ വന്നിട്ടുണ്ട്. ഇത് ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണുകൊണ്ട് നമുക്ക് ഫോൺ ടോട്ടലി കൺട്രോൾ ചെയ്യാൻ പറ്റും. അത് ഒരു പരിധി വരെയാണ് ഇത്രയും ആക്യുറേറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത്. ആ ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് ലിറ്റിൽ ബിറ്റ് എന്താ പറയുക, ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് ഉപയോഗിക്കാൻ. പക്ഷേ ആഫ്റ്റർ ഓൾ ഇറ്റ്സ് എ നൈസ് ഫീച്ചർ ടു ഹാവ്. മറ്റൊരു കാര്യം, ക്യാമറ സെറ്റിങ്സ് എടുത്തു കഴിഞ്ഞാൽ റെക്കോർഡ് സൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷനിൽ സ്റ്റീരിയോ, മോണോ, അതുപോലെ തന്നെ അലോ ഓഡിയോ പ്ലേബാക്ക് എന്ന് പറയുന്നൊരു ഓപ്ഷനും കൂടെ വന്നിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇത്രയും കാലം നമ്മൾ ആപ്പിൾ മ്യൂസിക്കിലോ സ്പോട്ടിഫൈയിലോ ഏതെങ്കിലും മ്യൂസിക് പ്ലെയറിൽ നമ്മൾ പാട്ട് വെച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ക്യാമറ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പാട്ട് ഓട്ടോമാറ്റിക്കലി പോസ് ആവും അല്ലേ? ഈ ഒരു കാര്യത്തിന് ഇതിനോട്ടൊരു സൊല്യൂഷൻ ഉണ്ട്. അതായത് ഓഡിയോ പ്ലേബാക്കിൻ്റെ ഇടയിൽ നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ നേരെ മ്യൂസിക് പ്ലെയറിലേക്ക് പോയി ഈ ഒരു പാട്ട് വെച്ചു. ആൻഡ് ഇപ്പോൾ ആസ് യു ക്യാൻ സീ ദ മ്യൂസിക് ഈസ് കറൻ്റ്ലി പ്ലേയിങ്. ഇതിൻ്റെ വോളിയം കുറച്ചിട്ടേക്കുന്നതുകൊണ്ടാണ് ആസ് യു ക്യാൻ സീ ഇറ്റ്സ് പ്ലേയിങ്, മ്യൂസിക് പ്ലേയിങ് ആണ്. ഒന്നുകൂടെ മേക്ക് ഷുവർ ചെയ്ത് തരാം, പ്ലേയിങ് ആണ്. ഇനി ഞാൻ ക്യാമറ തുറന്നിട്ട് ഇവിടെ വീഡിയോ പ്ലേയിങ് സ്റ്റാർട്ട് ചെയ്താലും ഇവിടെ മ്യൂസിക് പോസ് ആയിട്ടില്ല, കണ്ടോ? ദാറ്റ് ഈസ് സ്റ്റിൽ പ്ലേയിങ്. പിന്നെ ഈ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൻ്റെ ഓവറോൾ സ്റ്റെബിലിറ്റീനെ പറ്റി പറയുകയാണെങ്കിൽ, ഓവറോൾ സ്മൂത്ത്നെസ്സിനെ പറ്റി പറയുകയാണെങ്കിൽ, ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇസ് ജസ്റ്റ് ആസ് സ്മൂത്ത് ആസ് ബിഫോർ, മേ ബി ഈവൻ മോർ സ്മൂത്ത് ആയിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയണം. ഫോർ എക്സാമ്പിൾ കണ്ടോ, ഇതൊക്കെ മുമ്പത്തെ ഐഫോൺസിലും പോസിബിൾ ആയിരുന്നു, പക്ഷേ സ്റ്റിൽ ഇറ്റ് ഈസ് ഈവൻ മോർ സ്മൂത്തർ ആസ് ഓഫ് നൗ. പിന്നെ ഓവറോൾ ബാറ്ററി ബാക്കപ്പിനെ കുറിച്ച് പറയാനാണെങ്കിൽ, എനിക്ക് പേഴ്സണലി ബാറ്ററി ബാക്കപ്പിനെ കുറിച്ച് അങ്ങനെ പറയാൻ പറ്റില്ല. ബിക്കോസ് ഇത് ഐഫോൺ 15+ ആണ്. ഈ ഫോൺ അല്ലെങ്കിൽ 2 ദിവസം നിൽക്കും. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റിന് ശേഷം എനിക്ക് ബാറ്ററി അങ്ങനെ ചെക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. എനിവേ ഒരു ഡീഗ്രേഡ് എനിക്ക് തോന്നിയിട്ടില്ല ഈ ഒരു ഫോണിൽ പേഴ്സണലി. നിങ്ങൾ ഐഫോൺ 15 അല്ലെങ്കിൽ ഐഫോൺ 14 ഐഫോൺ 13 12 11 ഒക്കെ ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളതിൻ്റെ ബാറ്ററി എങ്ങനെയുണ്ട് എന്നൊന്ന് ജസ്റ്റ് ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ചെറിയൊരു ഫീച്ചറാണ്, ഈ വോളിയം അമർത്തുന്നതിനനുസരിച്ച് സൈഡിൽ നിന്ന് ആ സ്വിച്ചിൻ്റെ അവിടെ നിന്ന് ഒരു ആനിമേഷൻ അകത്തേക്ക് കയറി വരുന്നുണ്ട്. ഉള്ളിലേക്ക് പ്രസ് ചെയ്യുന്ന പോലെ. അത് നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ആസ് യു ക്യാൻ സീ, സ്വിച്ച് പ്രസ് ചെയ്യുമ്പോൾ അകത്തേക്കൊരു ഇത് പവർ ബട്ടൺ അമർത്തുമ്പോഴും ആ ഒരു ഫീച്ചർ ഉണ്ട്. അത് പക്ഷേ ടെമ്പർ ഗ്ലാസ് ഒട്ടിച്ചിരിക്കുന്നത് കൊണ്ട് അത് കാണാൻ പറ്റാത്തതാണ്. സോ അങ്ങനെ കുറച്ച് ആനിമേഷൻ ചേഞ്ചസ് ആപ്പിൾ വരുത്തിയിട്ടുണ്ട്.
ഐ മെസ്സേജിൽ കുറേ ഇമ്പ്രൂവ്മെൻറ്റ്സ് വന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ പല പല ഇമോജീസ് ക്രിയേറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കുറേ അധികം ടെക്സ്റ്റ് ഫീച്ചേഴ്സ് പുതിയത് വന്നിട്ടുണ്ട്. പക്ഷേ ഐ മെസ്സേജും ഇതൊന്നും നമ്മുടെ ഇന്ത്യയിൽ അധികം ആൾക്കാർ യൂസ് ചെയ്യാത്തതുകൊണ്ടാണ് ഞാൻ വല്ലാത്ത രീതിയിലായിട്ട് അതിലോട്ട് പോകാത്തത്. മെയിൽ ആപ്ലിക്കേഷനിലും അതുപോലെ തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ സോർട്ട് ചെയ്യാനുള്ള ഓപ്ഷനും അങ്ങനത്തെ കുറേ ഇമ്പ്രൂവ്മെൻറ്റ്സ് വന്നിട്ടുണ്ട്. സോ iOS 18 ബേസിക്കലി വേറൊരു ഫീച്ചറും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. iOSൻ്റെ ഏത് അപ്ഡേറ്റിന് ശേഷം പുതിയ വാൾപേപ്പർ ഉണ്ടാവും. ആ വാൾപേപ്പേഴ്സിൽ ഒരെണ്ണമാണ് ഈ കാണുന്നത്. നമുക്കിങ്ങനെ കുറേ വാൾപേപ്പേഴ്സ് പ്രീസെറ്റഡ് ആയിട്ടുണ്ട്. ഈ അറ്റത്തെ വാൾപേപ്പർ എന്ന് വെച്ചാൽ ഡൈനാമിക് ആണ്. അത് നമ്മുടെ ദിവസത്തിൻ്റെ ടൈം അനുസരിച്ച് അതിൻ്റെ കളർ മാറിക്കൊണ്ടിരിക്കും. ഓരോ സർക്കംസ്റ്റാൻസസ് അനുസരിച്ച് അതിൻ്റെ കളർ കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കും. ഡാർക്ക് മോഡാണെങ്കിലും ലൈറ്റ് മോഡാണെങ്കിലും. സോ ഗൈസ്, ദാറ്റ് വാസ് മൈ റിവ്യൂ ഓഫ് ആപ്പിൾ iOS 18. ഇതിൽ റിവ്യൂ ഒന്നും പറയാനില്ല. ഇഷ്ടം പോലെ കാര്യങ്ങൾ ഇനിയും ഈ ഒരു പെർട്ടിക്കുലർ സോഫ്റ്റ്വെയറിൽ അവൈലബിൾ ആണ്. അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് എന്തായാലും ഡോക്യുമെൻ്റ് ചെയ്യുന്നതായിരിക്കും. ബിക്കോസ് ഈ ഒരു വീഡിയോ ഇപ്പോൾ തന്നെ നല്ല ലെങ്ത് ആയിട്ടുണ്ട്. ഇനിയും കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങി ഈ അടുത്തൊന്നും തീരത്തില്ല. അത്രയധികം ഫീച്ചർ ലോഡഡ് ആയിട്ടുള്ളൊരു സോഫ്റ്റ്വെയറാണ് ആപ്പിൾ iOS 18. സോ വളരെ ചെറിയ ചെറിയ വീഡിയോസൊക്കെ ഞാൻ ഷോർട്സ് ആയിട്ടും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ആയിട്ടും ഞാൻ ചെയ്യുന്നതായിരിക്കും. സോ മേക്ക് ഷുവർ യു സബ്സ്ക്രൈബ് ദിസ് ചാനൽ ആൻഡ് ദാറ്റ്സ് ഓൾ ഗൈസ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. Until then, this is me, your friend Lance Pizzo, signing off and bye for now.